ഒരു എനർജി ഇല്ല. ജോലിക്കൊന്നും പോകാൻ തീരെ താല്പര്യമില്ല. രാവിലെ തന്നെ ജിമ്മിനൊക്കെ പോയി വരും. പക്ഷേ എനർജി ഇല്ല, അല്ലെങ്കിൽ ഒരു മൂഡില്ല. ക്ഷീണം, ബുദ്ധിമുട്ടൊക്കെ കാരണങ്ങൾ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. നമ്മൾ കൂടുതൽ മെഡിസിൻ ഒന്നും കഴിക്കണ്ട. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുകളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, തീരെ ഒരു മൂഡില്ല, ഒരു എനർജി ഇല്ല, ജോലിക്കൊന്നും പോകാൻ തീരെ താല്പര്യമില്ല. ഇത് പല ആളുകളും, എസ്പെഷ്യലി സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പലപ്പോഴും നേരിടുന്ന ഒരു പ്രയാസമാണ്. എസ്പെഷ്യലി നല്ല വർക്ക്സ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്യൂട്ടീസൊക്കെ കറക്റ്റ് പോകുന്ന ആളുകളാണെങ്കിൽ പൊതുവേ പറയുന്ന പ്രശ്നമാണ്, ഈ ഒരു ഇന്നൊരു പോകാൻ ഒരു മൂഡില്ല, ഇന്ന് എങ്ങനെ ഇപ്പോൾ പോവുക, അങ്ങനെ ഒരു ചടപ്പ് കുടുങ്ങുക. നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ ചടപ്പ് കുടുങ്ങുക, തീരെ ഒരു മോട്ടീവ് അല്ലാത്ത ഒരു കണ്ടീഷൻ പലപ്പോഴും ഇന്ന് ഈ മോർണിംഗ് സമയത്ത് ഉറങ്ങി എണീക്കുന്ന സമയത്ത് പലരും നേരിടുന്നൊരു പ്രയാസം. അപ്പോൾ ഇതിങ്ങനെ വരുന്ന സമയത്ത് തന്നെ എസ്പെഷ്യലി ജെൻസിൻ്റെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പൊതുവെ എന്താ ശ്രദ്ധിക്കൽ, ഈ എനർജിയും സ്റ്റാമിനയും ഇതൊന്നും ഇല്ലാണ്ട് കുറയുന്ന സമയത്ത് ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ ഇല്ലേ, പുരുഷ ഹോർമോൺ എന്ന് പറയും. അപ്പോൾ അത് എങ്ങനെയാണ്, അതിൻ്റെ അളവ് നോർമലാണെന്നൊക്കെ നോക്കും. പക്ഷെ അതൊക്കെ നോർമലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഈ പറഞ്ഞിട്ടുള്ള ക്ഷീണം, ബുദ്ധിമുട്ടൊക്കെ കാരണങ്ങൾ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വേറെ ഒന്നുമല്ല, ഈ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം എന്തുകൊണ്ട് ഉണ്ടാകുന്നു, ഈ ഒരു എനർജി ലൈം എന്താണ് അതിൻ്റെ റീസൺ, എങ്ങനെ നമുക്കത് വീട്ടിൽ നിന്ന് തന്നെ നമുക്കത് ലൈഫ് സ്റ്റൈലിലൂടെ, നമ്മൾ കൂടുതൽ മെഡിസിൻ ഒന്നും കഴിക്കണ്ട, നമ്മുടെ ജീവിതശൈലി ചെറിയൊരു ഒന്ന് രണ്ട് ടിപ്സുകളിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താൽ തന്നെ നീ പെട്ടെന്ന് മാറി കിട്ടുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയമാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജി, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, താമരശ്ശേരി. ഇപ്പോൾ ഈ പല ആളുകൾ ഇപ്പോൾ ജിമ്മിന് പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ രാവിലെ തന്നെ ജിമ്മിനൊക്കെ പോയി വരും. പക്ഷേ എനർജി ഇല്ല, അല്ലെങ്കിൽ ഒരു മൂഡില്ല. അതേപോലെ ജോലിക്ക് പോകാൻ തീരെ മൂഡില്ല. അതേപോലെ എപ്പോഴും ഇപ്പോൾ ഈ ഓഫീസിൽ പോയാൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ഉറക്കം തൂങ്ങൽ, ഒരു ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ ഒന്ന് ട്രാക്കിലാകാൻ ചിലപ്പോൾ ഒരു ടൈം എടുക്കുന്ന പല ആളുകളുണ്ടായിരിക്കും. ഇനി അതുമല്ല, എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞ് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ വീണ്ടും ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലേസിനെസ് അല്ലെങ്കിൽ ഒരു ടയേർഡ്നെസ് നല്ല രീതിയിൽ ബാധിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന റീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒന്ന് പ്രോപ്പറായിട്ട് സ്ലീപ്പ് ആർക്കും ഇല്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി ഇന്ന് പല ആളുകളും നല്ല എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ഇരിക്കുന്ന സമയത്ത് മിക്കപ്പോഴും നമ്മൾ രാത്രി സമയത്തായിരിക്കും. അപ്പോൾ പലപ്പോഴും പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ രാത്രി സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് ഫ്രീ കിട്ടുന്ന സമയമാണ്. ആ സമയത്തായിരിക്കും നമ്മൾ ചാറ്റ് എന്ത് ചെയ്യുക, നോക്കൽ, അല്ലെങ്കിൽ റീപ്ലൈ കൊടുക്കൽ, റീൽസ് നോക്കൽ, അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങൾ നോക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഉറക്കം ഇത് ലഭിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഉറക്കം ലഭിക്കാത്തത് കാരണമായിട്ട് നല്ല ടയർഡ്നെസ് ഉണ്ടാകും. നമ്മൾ ഉറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ സമയവും നമ്മുടെ എല്ലാ വർക്ക് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഉറങ്ങുക, അങ്ങനെയല്ല. രാവിലെ നമ്മൾ ഡേ വർക്ക്സ് കംപ്ലീറ്റ്ലി ബോഡി നല്ല ആക്റ്റീവ് ആകുന്നുണ്ടെങ്കിൽ നൈറ്റ് ടൈമിൽ എന്ത് ചെയ്യണം, ബോഡിക്ക് ഒരു റിപ്പയറിങ് ടൈമാണ്. നമ്മൾ രാത്രി സമയത്ത് നമ്മുടെ എല്ലാ ഒട്ടുമിക്ക പ്രവർത്തനവും എന്ത് ചെയ്യും, ലോ ആകുന്നൊരു സമയം ഒന്ന് കുറയും കമ്പാരിറ്റീവ്ലി. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ടിഷ്യൂ റിപ്പയറിങ് നടക്കുന്നുണ്ട്, ഹോർമോണൽ ബാലൻസിങ് നടക്കുന്നുണ്ട്, നമ്മുടെ ഗ്രോത്ത് ഫാക്ടേഴ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അങ്ങനെ പലതരത്തിൽ എന്ത് ചെയ്യുന്ന പ്രോസസ്സുകൾ നടക്കുന്ന സമയം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഒരു എനർജി ബാലൻസിങ്ങിൻ്റെ ടൈമാണ്. അപ്പോൾ ലോ ബാറ്ററിനെ ചാർജിങ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പറയാം, ഒരു ബാറ്ററി കുറഞ്ഞ ഒരു സംഗതി ബാറ്ററി കൂട്ടുക, ചാർജിങ് ചെയ്യുക. അപ്പോൾ ഒരു ചാർജിങ് പ്രൊസീജിയർ നടക്കുന്ന ഒരു ടൈമാണ് രാത്രി എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം നമ്മൾ ഫോണിൽ തോണ്ടാനോ അല്ലെങ്കിൽ ഫിലിം കാണാനോ ഫാമിലിയിൽ എന്തെങ്കിലും വർക്ക്സിനായിട്ടോ അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോകലോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു ബോഡിക്ക് ഹീലിംഗ് ഉള്ള ടൈം കിട്ടില്ല, ബോഡി സ്ട്രെസ്ഡ് ആയി പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഉറങ്ങാണ് നിൽക്കുക, ചിലപ്പോൾ ഒരു 5-6 മണിക്കൂർ കിട്ടും, പക്ഷേ അത് ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ദിവസവും ഈ ഒരു പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുക, എന്തെങ്കിലും വർക്ക്സുകളായിട്ട് ലേറ്റായിട്ട് ഉറങ്ങിപ്പോവുക, ഇങ്ങനെ ഉള്ള ആളുകളെ സംബന്ധിച്ചിട്ട് ബോഡി നല്ല വീക്കായിരിക്കും. മാത്രമല്ല രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉറക്കത്തിൻ്റെ ചടപ്പ് നല്ല ഉണ്ടാവും. ഉറക്കത്ത് ഫേസൊക്കെ അതേപോലെ ഉറങ്ങി തൂങ്ങുന്ന കണ്ടീഷനായിരിക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തീരെ താല്പര്യം ഉണ്ടാവില്ല, ജോലിക്ക് പോകാൻ മൂടുണ്ടാവില്ല, ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, ഇങ്ങനത്തെ പ്രയാസം നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക, നേരത്തെ കിടക്കുക, എന്നും നേരത്തെ കിടക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുകളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അത് എസ്പെഷ്യലി നിങ്ങൾക്ക് വേണം ഇതിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, നേരത്തെ കിടന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുക. നേരത്തെ എഴുന്നേറ്റ് നിങ്ങൾ എന്ത് ചെയ്തോളി, ഈ പറഞ്ഞ പണിയെടുത്തോളി, അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് നേരത്തെ നല്ല രീതിയിൽ ഡീപ്പ് സ്ലീപ്പ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിങ് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത് ശ്രദ്ധിക്കാനുള്ളത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്.
ഇന്നെല്ലാവരും ബിസി ലൈഫാണ്. ഒന്നെങ്കിൽ ഫൈനാൻഷ്യലി, ഫാമിലി, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് എല്ലാ മനുഷ്യരെയും ഉണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു എന്തെങ്കിലും അസുഖം റിലേറ്റഡ് ആയിട്ട് ചില ആളുകളുണ്ടായിരിക്കും, സ്ട്രെസ് നല്ലോണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിട്ട് അതൊരു എമർജൻസി കണ്ടീഷനാണ്. അത് എന്തോ ഒരു പ്രശ്നം ബോഡിക്ക് വരുന്നുണ്ട്. അപ്പോൾ ബോഡി എന്ത് ചെയ്യും, അതിനെ ഫേസ് ചെയ്യാൻ, അതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ, അതിനൊന്ന് എന്താ പറയുക, ഒന്ന് ഓവർകം ചെയ്യാൻ ബോഡി എപ്പോഴും ഒരു എമർജൻസി കണ്ടീഷൻ എന്നുള്ള രീതിയിലാണ് ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ബോഡിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് ഉറക്കം ലഭിക്കില്ല, നമ്മളെപ്പോഴും ഒരു ആങ്സൈറ്റി കൂടുതലായിരിക്കും ഉണ്ടാവുക, പിന്നെ നല്ല ഓവർ തോട്ട്സ് നല്ലോണം വരും നമ്മുടെ കയ്യിൽ, പ്രോപ്പറായി നമ്മൾ ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഭക്ഷണത്തിലുള്ള പ്രാധാന്യം അല്ലെങ്കിൽ ഉറക്കത്തായിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുക. എന്തോ ഒരു കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ വരുന്നുണ്ട്, അതിന് ഓവർകം ചെയ്യുക എന്നുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സെൻസേഷൻ ആയിരിക്കും നമ്മുടെ ബോഡിയിൽ ലഭിക്കുക, അല്ലെങ്കിൽ ബ്രെയിനിൽ ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ്സിൽ ആളുകൾ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ ഈ നമ്പർ 1 നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ. ഈ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സാധാരണ മറ്റു പല ഹോർമോണുകൾ, അതേപോലെ മറ്റു പല എൻസൈമാറ്റിക് ആക്ടിവിറ്റികൾ, എനർജി പ്രൊഡക്ഷൻ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതിന് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്കൊരു ക്ഷീണം ഉണ്ടാവും, നമുക്ക് വിശപ്പ് കുറയും, പിന്നെ അതേപോലെ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ടായിരിക്കും, ഉറക്കം നല്ലോണം കുറയും. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും അസ്വസ്ഥതകളും നല്ല രീതിയിൽ ബാധിക്കും, നല്ല ടയർഡ്നെസ് ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഇത് ബാധിക്കും. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ്, എപ്പോഴും കാമാകാൻ ശ്രദ്ധിക്കുക. ഒരു ആവശ്യം വരുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ കുറച്ചൊരു സ്ട്രെസ്സ് കൂടാനും അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ കഴിയലോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, സ്ട്രെസ്സ് കുറയും വേണം. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ എപ്പോഴും എന്തെങ്കിലും വിഷയത്തിൽ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ബോഡി കംപ്ലീറ്റ് ഡൗൺ ആവും, ഇമ്മ്യൂണിറ്റി കുറയും, ക്ഷീണം വരും, എനർജി നല്ല രീതിയിൽ കുറയും എന്നുള്ളത്. എസ്പെഷ്യലി പുരുഷന്മാർക്കൊക്കെ സ്റ്റാമിനയും എനർജി ഇല്ലാത്തതിനൊക്കെ മെയിൻ റീസൺ ഒന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, അത് സ്ട്രെസ്സ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പുരുഷൻ്റെ ലൈംഗിക ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്, ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ നല്ല രീതിയിൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സ്ട്രെസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഇനി അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ് ചില മിനറൽസുകൾ, ചില വൈറ്റമിൻസുകൾ നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് ഉണ്ടാവണം. എസ്പെഷ്യലി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, നല്ല ക്ഷീണം ഉണ്ടായിരിക്കും, ഉറക്കം ശരിക്കും പ്രോപ്പർ ലഭിക്കില്ല, മുടികൊഴിച്ചിലുള്ള പ്രശ്നങ്ങൾ നല്ലോണം വരും, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ നല്ലോണം വരും, അലർജിക് ഇറിറ്റേഷൻസ് നല്ലോണം വരും. ഇങ്ങനെ പലതരത്തിലുള്ള ലോ ഇമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്ന അവസ്ഥകൾ ബോഡിയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് ആക്ച്വലി വൈറ്റമിൻ ഡി ഒരു ഹോർമോണൽ ആക്ടിവിറ്റിയാണ്. പലതരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വൈറ്റമിൻ ഡി നമ്മളെ സഹായിക്കുന്നുണ്ട്, മൈറ്റോകോൺഡ്രിയ ഫംഗ്ഷനും എനർജി പ്രൊഡക്ഷൻ അങ്ങനെ പലതിനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ക്ഷീണം ബുദ്ധിമുട്ട് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് വൈറ്റമിൻ ഡി പ്രോപ്പറാണ്. അതൊരു 35 ഒക്കെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിന് കുറവാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണത്തിൽ നല്ല വൈറ്റമിൻ ഡി എടുക്കാനുള്ള സപ്ലിമെൻറ്റുകൾ, ഭക്ഷണം നല്ല രീതിയിൽ ക്രമീകരിക്കുക, അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് എന്ത് ചെയ്യണം, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് എടുക്കാൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻറ്റ് പെയിനുകൾ ഉണ്ടായിരിക്കാം, പല്ലുവേദനകൾ വരാം, പിന്നെ അതേപോലെ തന്നെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അതുമൂലം ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. ഇനി അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മാഗ്നീഷ്യത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ക്ഷീണം അല്ലെങ്കിൽ എനർജി ഇല്ലായ്മ നല്ലോണം വരും, പ്രോപ്പർ സ്ലീപ്പ് ഒന്നും ലഭിക്കില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ ബോഡി കാമാകാൻ, നെർവിൻ്റെ ഓവർ എക്സൈറ്റ്മെൻറ്റുകൾ കുറയ്ക്കാൻ, ആങ്സൈറ്റികൾ കുറയ്ക്കാൻ, അതുപോലെ മസിലൊന്ന് റിലാക്സർ ആവാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ് ഈ പറഞ്ഞിട്ടുള്ള മാഗ്നീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും ഇന്ന് എന്ത് ചെയ്യുന്നത്, ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ മാഗ്നീഷ്യം എടുക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ പ്രോപ്പറായിട്ട് മാഗ്നീഷ്യം നമ്മുടെ ബോഡിയിലുണ്ടോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മാഗ്നീഷ്യം കൂട്ടുന്ന പംകിൻ സീഡുകൾ അല്ലെങ്കിൽ ബനാന പോലെയുള്ളത്, പിന്നെ അങ്ങനെ ഫ്രൂട്ട്സുകൾ, അതേപോലെ ഇലക്കറികൾ, നട്ട്സുകൾ, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ട് പരിഗണിക്കണം. അതേപോലെ തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് നെർവ്സിൻ്റെ ഒരു പ്രോപ്പർ ഫംഗ്ഷനിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ അനീമിയ, ക്ഷീണം ഉണ്ടാകുന്നത് പല ആളുകൾക്ക് അറിയാം, അനീമിയ രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങൾ എന്താ ഉണ്ടാവുക, ക്ഷീണം ഉണ്ടാവും, എനർജി ഉണ്ടാവില്ല, തലചുറ്റലുണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഈ വിളർച്ചയുടെ പ്രശ്നങ്ങൾ, രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പ്രോപ്പറായിട്ട് വൈറ്റമിൻ B12 ഇല്ലാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻ B12 ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പ് വരുത്തണം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പകൽ സമയങ്ങളിലൊക്കെ ജോലിക്ക് പോകാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല, ക്ഷീണം ഉണ്ടായിരിക്കും, ഓർമ്മശക്തി ഉണ്ടായിരിക്കില്ല, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ എന്ത് ചെയ്യും അതുമൂലം ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിനൊക്കെ പുറമെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്
പല ആളുകളിലും നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന സാധനമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാന്ന് പറയും അല്ലേ. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ ഇല്ല എന്ന് അറിയാൻ ഒരു സിമ്പിൾ ടെസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഈ ഫാസ്റ്റിങ്ങിൽ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കാതെ വെറും വയറ്റിൽ പോയിട്ട് നമ്മൾ ഷുഗർ ചെക്ക് ചെയ്ത് നോക്കില്ല, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ആ ടെസ്റ്റ് അല്ല ഞാൻ പറഞ്ഞത്, ഫാസ്റ്റിങ്ങിൽ ഭക്ഷണം ഒന്നും കഴിക്കാതെ വെറും വയറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഇൻസുലിൻ എൻ്റെ രക്തത്തിൽ എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു വാല്യൂ നിങ്ങൾക്ക് 5ന് മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, 5ൻ്റെ മുകളിലാണ് നിങ്ങൾക്ക് ആ വാല്യൂ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കണം നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. ചിലപ്പോൾ ലാബ് റിപ്പോർട്ട് അപ് ടു 25 വരെ നോർമൽ ഇതുണ്ടായിരിക്കും, പക്ഷേ അതൊരു ആപേക്ഷികമായിട്ടുള്ള കണക്കാണ്. നിങ്ങൾക്ക് 5ന് മുകളിലുണ്ടോ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈവൻ ചിലപ്പോൾ നിങ്ങൾക്ക് കൊളസ്ട്രോൾ നോർമൽ ആയിരിക്കണം ചിലപ്പോൾ, അതേപോലെ തന്നെ ചിലപ്പോൾ പൊണ്ണത്തടി ഉണ്ടായിരിക്കില്ല, അതേപോലെ തന്നെ ഷുഗറിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, എങ്കിൽ പോലും ഇൻസുലിൻ റെസിസ്റ്റൻസ് പറയുന്ന കണ്ടീഷൻ നിങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ക്ഷീണം, ബുദ്ധിമുട്ട്, എനർജി കുറവുള്ള ആളുകൾ, സ്റ്റാമിന കുറവുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ടെസ്റ്റാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങിൽ ഇൻസുലിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കാരണം ഇത് 10 ഉണ്ട്, 15, 20 ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കണം, നിങ്ങൾക്കൊരു 5 വർഷത്തിനുള്ളിൽ എന്തായാലും ഷുഗറാണ്, ഷുഗർ വരും, കൊളസ്ട്രോൾ വരും, പൊണ്ണത്തടി വരും, ഫാറ്റി ലിവർ വരും, പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി ഡിസീസുകൾ നമ്മൾ ബാധിക്കുന്നുള്ളത്. അപ്പോൾ ഇത് ടെസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഈവൻ ഷുഗർ ഇല്ലെങ്കിലും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഉള്ള അടയാളങ്ങൾ ഏതോ നോക്കണം. ഇപ്പോൾ ചില ആളുകൾ സ്കിൻ ടാഗിൽ ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഇങ്ങനെ ശരീരത്തിൽ പൊന്തി വരിക, അതേപോലെ തന്നെ നമ്മുടെ കക്ഷത്തിൽ, അതേപോലെ തുടയുടെ ഇടുക്കുകളിൽ, അതേപോലെ കഴുത്തിന് ഭാഗങ്ങളിലൊക്കെ നല്ല സ്കിന്നൊക്കെ കട്ടി പിടിച്ചിട്ട് നല്ല ഡാർക്കായിട്ട് കളർ വരിക. ആക്ച്വലി അതൊക്കെ എന്താണ്, ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ അടയാളങ്ങളാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. അപ്പോൾ അത് കാരണമായിട്ട് നമുക്ക് ബോഡി എനർജി ഉണ്ടാവില്ല, ക്ഷീണം നല്ല രീതിയിൽ നമ്മളെ ബാധിക്കും എന്നുള്ളതാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ്, നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുള്ള ആളുകൾ, കൂടുതൽ എക്സസൈസ് ഇല്ല, വ്യായാമം എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, നടത്തം കുറവാണ്, നമ്മൾ വരുന്നു, വണ്ടിയിൽ കയറുന്നു, ഓഫീസിൽ പോകുന്നു, ഇരിക്കുന്നു, അതേപോലെ തന്നെ വണ്ടിയിൽ കയറുന്നു, തിരിച്ച് വീട്ടു പോകുന്നു. ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സുകൾ, മസ്കുലർ ആക്ടിവിറ്റികൾ, സർക്കുലേഷൻസ് എന്ത് ചെയ്യും, ഇത് നല്ല രീതിയിൽ ഡാമേജ് ആവും, ഇത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ടും ഈ പറഞ്ഞതുപോലെ ക്ഷീണവും ബുദ്ധിമുട്ടും മസ്കുലർ ക്രാമ്പുകളും നല്ല രീതിയിൽ ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഇത് ഡെയിലി എന്ത് ചെയ്യുക, ഒരു മോർണിംഗ് ടൈമോ അല്ലെങ്കിൽ ഈവനിങ് ടൈം ജസ്റ്റ് വാക്കിങ്ങോ ജമ്പിങ്ങോ സൈക്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യണം, നമ്മൾ എൻഗേജ് ആകാൻ ശ്രദ്ധിക്കണം. അത് നമ്മുടെ മസ്കുലർ ഗ്രോത്തിനും അതേപോലെ ഓവറോൾ ഗ്രോത്തിനും നമ്മുടെ ഹാർട്ട് കണ്ടീഷനൊക്കെ എന്ത് ചെയ്യും, പ്രോപ്പറാകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ്. അതും എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, എക്സസൈസ് പ്രോപ്പറായി ചെയ്യാൻ നല്ലോണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എനർജി ഇല്ല, ക്ഷീണമുണ്ട്, ഒരു താല്പര്യമില്ല, അത് കണ്ടിട്ട് വേഗം പോയിട്ട് എന്തെങ്കിലും മെഡിസിൻ കഴിക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമാണെന്ന് ധരിക്കരുത്. നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സിഗ്നലാണ് എനർജി ഇല്ലാത്തതിൻ്റെ ഒരു അടയാളം കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകൾ ഉണ്ടല്ലോ, വൈറ്റമിൻസിൻ്റെ ഒക്കെ, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു വിഷയം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ പല ആളുകളും എസ്പെഷ്യലി ടെസ്റ്റോസ്റ്ററോൺ പോലുള്ള ഹോർമോണുകളൊക്കെ നോർമലാണെങ്കിൽ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ടെസ്റ്റോസ്റ്ററോണൊക്കെ നോർമലായിരിക്കും, വലിയ പ്രശ്നം തന്നെ ആയിരിക്കില്ല, പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഡാമേജ് ആയിരിക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഈവൻ സ്ത്രീകളാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, പുരുഷന്മാർ മാത്രമല്ല കേട്ടോ, സ്ത്രീകൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല എനർജി കിട്ടും, നല്ല സ്റ്റാമിന കിട്ടും, നല്ല പോസിറ്റീവ് മൈൻഡ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കും, നമ്മുടെ ജോലിയിലൊക്കെ എന്ത് ചെയ്യും, നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് എടുക്കാൻ പറ്റും, നമ്മുടെ സമയങ്ങൾ നമുക്ക് എന്ത് ചെയ്യുക, നല്ല യൂട്ടിലൈസ് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, ചില ആളുകൾ സംശയം ഉണ്ടായിട്ട് ഡോക്ടർ എന്തെങ്കിലും ഈ സപ്ലിമെൻറ്റ് എടുക്കാൻ പറ്റുമോ, ഇതെടുത്താൽ പ്രശ്നമുണ്ടോ, എത്ര സമയം ഭക്ഷണം എന്തെങ്കിലും മാറ്റം വരുത്തണം, പല സംശയങ്ങളുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. താങ്ക് യു.